ഹലോ. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ് ടോപ്പിക്ക് എടുക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് 8ാം ക്ലാസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് പകരം നമുക്ക് ചാപ്റ്റർ എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാം. ഓക്കെ. ചെറിയ മക്കൾ 7th നിന്ന് 8ക്ക് കയറുന്നതാണ്. അപ്പോൾ കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ പേര് റാഷണൽ നമ്പേഴ്സാണ്. ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ എന്താണ് റാഷണൽ നമ്പേഴ്സിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? എന്താണ് നാച്ചുറൽ നമ്പർ? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 1, 2, 3 എക്സെട്ര നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ. 0 നമ്മൾ കൗണ്ട് ചെയ്യുമോ? ഇല്ലല്ലോ. നമ്മുടെ കയ്യിലൊരു 10 ഓറഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 1, 2, 3 എന്ന് വെച്ചിട്ടല്ലേ കൗണ്ട് ചെയ്യുക. 0, 1, 2 എന്ന് സ്റ്റാർട്ട് ചെയ്യില്ലല്ലോ. അപ്പോൾ കൗണ്ട് ചെയ്യുന്ന നമ്പേഴ്സാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 3 എക്സെട്ര ആണ് എന്തെന്ന് പറയുന്നത്. 1, 2, 3, 4, 5, എക്സെട്ര ആർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ എന്താണ് വോൾ നമ്പർ? അതിൻ്റെ കൂടെ 0 കൂടെ വരുന്നതാണ് വോൾ നമ്പർ എന്ന് പറയുന്നത്. 0, 1, 2, 3, 4 എക്സെട്ര ആർ വോൾ നമ്പേഴ്സ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. പിന്നെ വരുന്നത് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആൻഡ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്. ഇൻറ്റിജേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ വോൾ നമ്പേഴ്സിൻ്റെ കൂടെ ഇപ്പോൾ 0, 1, 2, 3, 4 എക്സെട്ര പറയുന്ന കൂട്ടത്തിൽ നെഗറ്റീവ് നമ്പേഴ്സും കൂടെ -1, -2, -3 എക്സെട്ര ഇത്രയും വരുന്നതിനെയാണ് നമ്മൾ ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ പോസിറ്റീവ് പാർട്ടിനെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സും നെഗറ്റീവ് പാർട്ടിനെ നമ്മൾ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നും പറയും. ഇത്രയും സെറ്റല്ലേ? അപ്പോൾ ഇനി എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ? റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റണം നമുക്ക് നമ്പേഴ്സിനെ. Q എന്ന് പറയുന്നത് 0 ആവാനും പാടില്ല. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് 2/3 എന്ന് വെച്ചാൽ എന്താ? P/Q എന്നുള്ള ഫോമിലല്ലേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ ഉണ്ടാവണം. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. 2/0 വരാൻ പാടില്ല. എനി നമ്പർ /0 ഈസ് നോട്ട് എക്സിസ്റ്റിംഗ്. ഇങ്ങനെ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇൻഫിനിറ്റി എന്നൊക്കെ പറയാം നമ്മൾ. 1/0 = ഇൻഫിനിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, ഈ നാച്ചുറൽ നമ്പർ, വോൾ നമ്പർ, ഇൻറ്റിജേഴ്സൊക്കെ റാഷണൽ നമ്പേഴ്സ് ആണോ അല്ലയോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു 1, 2, 3 എക്സെട്ര. ഈ 1നെ നമുക്ക് 1/1 എന്ന് എഴുതാം. എനി നമ്പർ /1 ദാറ്റ് ഗീവ്സ് സെയിം നമ്പർ. ഏതൊരു നമ്പറിനെയും നമുക്ക് 1 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം നമ്പറാണ് കിട്ടുക. അപ്പോൾ 1നെ നമുക്ക് വേണമെങ്കിൽ 1/1 എന്നുള്ള ഫോമിലും എഴുതാം. എന്ന് വെച്ചാൽ P/Q ഫോമിലല്ലേ. സോ 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. അതുപോലെ തന്നെ 2 നമുക്ക് എന്ത് എഴുതാം? 2/1 എഴുതാം. 3 നമുക്ക് 3/1 എഴുതാം. അങ്ങനെ എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് /1 എന്നുള്ള ഫോമിൽ P/Q എന്നുള്ള ഫോമിലോട്ട് മാറ്റി എഴുതാം. സോ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ്? റാഷണൽ നമ്പേഴ്സ് കൂടെയാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളെ വോൾ നമ്പേഴ്സിൻ്റെ കേസിലും 0, 1, 2, 3 സെയിം തന്നെയാണ്. /1 എന്നുള്ള ഫോമിൽ നമുക്ക് P/Q എന്നുള്ള ഫോമിലോട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ വോൾ നമ്പേഴ്സും എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. സിമിലർലി നമ്മുടെ ഇൻറ്റിജേഴ്സും എന്ത് തന്നെയാണ്? റാഷണൽ നമ്പേഴ്സാണ്. 0, 1, 2, 3 എക്സെട്ര -1, -2. അപ്പോൾ -1നെ നമുക്ക് എന്ത് ചെയ്യാം? -1/1 ദാറ്റ്സ് ഈക്വൽ ടു -1. -2/1 ദാറ്റ്സ് ഈക്വൽ ടു -2. നമുക്ക് 1 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത രീതിയിൽ P/Q എന്നുള്ള ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ പഠിച്ച നാച്ചുറൽ നമ്പേഴ്സും വോൾ നമ്പേഴ്സും ഇൻറ്റിജേഴ്സും എല്ലാം എന്താണ്? റാഷണൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ടോപ്പിക്ക്. ഇത് ജസ്റ്റ് അതിൻ്റെ ബേസിക്സ് ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന എന്തിൻ്റെ പ്രോപ്പർട്ടീസാണ്? വോൾ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം വോൾ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വോൾ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പ്രോപ്പർട്ടി അവർ അഡീഷൻ പ്രോപ്പർട്ടിയിൽ എന്താ പറയുന്നത്? ഒരു വോൾ നമ്പറിനെ ഇപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പറാണ്, 2 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പറാണ്. ഈ 1നെയും 2നെയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, 2 വോൾ നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. 3യും ഒരു വോൾ നമ്പർ അല്ലേ? അതുപോലെ തന്നെ അടുത്ത വോൾ നമ്പർ 3 ഒരു വോൾ നമ്പറാണ്, 6 ഒരു വോൾ നമ്പറാണ്. ഈ 2 വോൾ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തുമ്പോൾ നമുക്ക് 9 എന്ന് കിട്ടി. 9 ആൾസോ ഒരു വോൾ നമ്പർ അല്ലേ? അപ്പോൾ 2 വോൾ നമ്പേഴ്സിനെ
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടും കിട്ടുന്ന ആൻസറും ഒരു വോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് പറയാം ഈ വോൾ നമ്പേഴ്സ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ടേം യൂസ് ചെയ്യണം കണ്ടോ, വോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. ഈ ക്ലോസ്ഡ് ആൻഡ് നോട്ട് ക്ലോസ്ഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ക്ലോസ്ഡ് എന്ന് യൂസ് ചെയ്യണം എപ്പോഴാണ് രണ്ട് നമ്പേഴ്സിന് നമ്മൾ അഡീഷൻ എന്നുള്ള ഓപ്പറേഷനാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് വോൾ നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതും ഒരു വോൾ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് സബ്സ്ട്രാക്ഷൻ്റെ കേസ് നോക്കി. അടുത്ത് നമ്മൾ ഓപ്പറേഷൻ എടുക്കുന്നത് സബ്സ്ട്രാക്ഷനാണ്. ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുത്തു, 6ഉം 3യും എടുത്തു. അപ്പോൾ നമ്മൾ 6 - 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ 3 ഒരു വോൾ നമ്പറാണ്. ഇത് തിരിച്ച് ചെയ്താലോ, 3 - 6 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് -3 ആണ്. പക്ഷേ -3 വോൾ നമ്പേഴ്സിൽ പെടുന്നുണ്ടോ? വോൾ നമ്പേഴ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല അല്ലേ. 0, 1, 2, 3 എക്സെട്ര ആണ് വോൾ നമ്പേഴ്സ്. അപ്പോൾ ഈ നെഗറ്റീവ് നമ്പർ എന്തിൽ പെടുന്നില്ല? വോൾ നമ്പറിൽ പെടുന്നില്ല. അപ്പോൾ രണ്ട് വോൾ നമ്പർ നമ്മൾ സബ്സ്ട്രാക്റ്റ് ചെയ്താൽ അതൊരു വോൾ നമ്പർ ആവണം എന്നുള്ളത് നിർബന്ധമില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. ക്ലിയർ ആയോ? നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമുക്ക് 2 - 4 എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്താണ്? -2. -2 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പർ ആണോ? അല്ല. പക്ഷേ 2ഉം 4ഉം എന്താണ്? വോൾ നമ്പേഴ്സ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ. അപ്പം നമ്മളൊരു വോൾ നമ്പർ എടുത്തു, 1 എടുത്തു. 1നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടി. ഇനി 2 എടുത്തു, 2നെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 കിട്ടി. അപ്പോൾ 1 ഒരു വോൾ നമ്പറാണ്, 2 ഒരു വോൾ നമ്പറാണ്. മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറും എന്താണ്? ഒരു വോൾ നമ്പറാണ്. അതുപോലെ തന്നെ 2 ഒരു വോൾ നമ്പറാണ്, 3 ഒരു വോൾ നമ്പറാണ്. 2ഉം 3യും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറും എന്താണ്? ഒരു വോൾ നമ്പറാണ്. നമ്മൾ 0 എടുക്കുകയാണെങ്കിൽ 0 × 1 ഈസ് 0. 0 ഒരു വോൾ നമ്പറാണ്, 1 ഒരു വോൾ നമ്പറാണ്. ദെൻ ആൻസർ ഈസ് 0 ഈസ് അഗെയിൻ എ വോൾ നമ്പർ. അപ്പോൾ നമുക്ക് പറയാം എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. രണ്ട് വോൾ നമ്പേഴ്സ് എടുത്ത് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ നമുക്ക് എന്താണ്? വോൾ നമ്പർ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം, എന്ത് പറയാം? വോൾ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? ഡിവിഷൻ്റെ കേസ് നോക്കാം. രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എടുത്തു, 6ഉം 2ഉം എടുത്തു. അപ്പോൾ 6നെ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 3 കിട്ടി. അപ്പം നമുക്ക് പറയാൻ പറ്റും, ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. 6 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പറാണ്, 2 എന്ന് പറയുന്നത് ഒരു വോൾ നമ്പറാണ്. എഗെയിൻ 3യും നമുക്ക് വോൾ നമ്പർ കിട്ടി. പക്ഷേ നമ്മളിതിനെ തിരിച്ച് ചെയ്താലോ, 2/6 ചെയ്താലോ? 2/6 നമുക്ക് വീണ്ടും ചെറുതാക്കാം, 1/3 എന്ന് എഴുതാം അല്ലേ. ഈ 1/3 എന്ന് പറയുന്നത് P/Q ഫോമാണ്. ഇതൊരു വോൾ നമ്പർ ആണോ? P/Q ഫോം വോൾ നമ്പറിൽ വരുന്നുണ്ടോ? ഈ വോൾ നമ്പറിൽ വരുന്ന എന്താണ്? വോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0, 1, 2. ഇതിൽ P/Q ഫോം വരുന്നത് 1/1. അത് എഗെയിൻ 1 തന്നെയാണ്. അല്ലെങ്കിൽ 2/, ഒരു മിനിറ്റ് ഒന്നുകൂടെ പറയാം, നമുക്ക് ഒന്ന് സെറ്റാക്കിയിട്ട് പറയാം. നമുക്കൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ 6/2ഉം 2/6ഉം നോക്കാം. 6/2ൻ്റെ ആൻസർ 3 ആണ്, 2/6ൻ്റെ ആൻസർ 1/3 ആണ്. 3 എന്ന് പറയുന്നത് വോൾ നമ്പറാണ്, നമുക്കറിയാം. 0, 1, 2, 3 ഈസ് എ വോൾ നമ്പർ. പക്ഷേ 1/3 നമ്മുടെ വോൾ നമ്പറിൽ പെടുന്നില്ല അല്ലേ. 1/3 പക്ഷേ ഒരു റാഷണൽ നമ്പറാണ്, പക്ഷേ അതൊരു വോൾ നമ്പർ അല്ല. വോൾ നമ്പർ റാഷണൽ നമ്പർ നമ്മൾ പറയാൻ കാരണം എന്താണ്? നമുക്ക് 1നെ 1/1 എഴുതാം, 2നെ 1/1 എഴുതാം, 2/1 എഴുതാം. 0/1 എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ 0 ആണ്. അതൊക്കെ P/Q ഫോമിൽ എഴുതാൻ പറ്റും. അതൊക്കെ എന്താണ്? വോൾ നമ്പേഴ്സാണ്. പക്ഷേ 1/3 നമുക്കൊരു വോൾ നമ്പർ അല്ല. ക്ലിയർ അല്ലേ? 0, 1, 2, 3 എക്സെട്ര വരുന്ന നമ്പേഴ്സ് മാത്രമേ വോൾ നമ്പേഴ്സ് ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. വോൾ നമ്പേഴ്സ് ആർ നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഡിവിഷൻ. അപ്പോൾ ഇവിടെ അപ്പോൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ക്ലോസ്ഡ് ആയിട്ട് വരുന്നുള്ളൂ. മക്കൾക്ക് എക്സാമ്പിൾ വെച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സബ്സ്ട്രാക്ഷനും ഡിവിഷനും എന്താണ്? നോട്ട് ക്ലോസ്ഡ് അണ്ടർ. ഓക്കെ, സെറ്റാണോ? ക്ലിയർ അല്ലേ?